വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, വളരെ കുറഞ്ഞ സമയമല്ലാതെ അവർ അള്ളാഹുവിനെ സ്മരിക്കുകയുമില്ല. അതും മുനാഫിക്കുകളുടെ മറ്റൊരു ലക്ഷണമാണ്. അവർ നിസ്കാരമൊക്കെ സ്പീഡിൽ കഴിയും. എത്ര പെട്ടെന്നാ കഴിയാന്നറിയാം. തുമഇനീനത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല. നിസ്കാരത്തിന്റെ റുക്കിനാണ്, നിർബന്ധമായ കാര്യമാണ് തുമഇനീനത്ത്. അത് പഠിക്കാത്ത ഒരു കൊച്ചുകുട്ടി പോലും ഉണ്ടാവില്ല. എന്താ തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ? ഓരോ ഫർളുകളിലും നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം? അടക്കമുണ്ടാകണം. അത് അതിന്റെ നിസ്കാരത്തിന്റെ റുക്കിനാണ്, ഫർളാണ്. അപ്പൊ അത് റുക്കുഴിൽ പോയോ പോയില്ലേ, അപ്പോഴേക്ക് ഉയർന്നു. എത്തിദാലിൽ ഇങ്ങോട്ട് വന്നോ വന്നിട്ട് നടു നീർന്നില്ല, അപ്പോഴേക്ക് സുജൂദിലേക്ക് പോയി. സുജൂദിൽ പോയി നെറ്റി വെച്ചില്ല, അപ്പോഴേക്ക് പെട്ടെന്ന് കരലടിച്ച പോലെ നെറ്റി എടുത്തു. ഇരുന്നില്ല, അപ്പോഴേക്ക് പിന്നെയും പോയി. ഇങ്ങനെ ഒരു ഹൈ സ്പീഡ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 തവണ പറഞ്ഞു, തിൽക സ്വലാത്തുൽ മുനാഫിഖ്. അത് മുനാഫിക്കിന്റെ നിസ്കാരം. ഓ സമയത്തിനൊന്നും പള്ളിയിലുണ്ടാവില്ല, സമയത്ത് നിസ്കരിക്കൂല. സമയം തീരാനായി ഇത് കണ്ട കൊത്തിപ്പറഞ്ഞ് വേഗത്തിൽ അവൻ എഴുന്നേറ്റിട്ട് 2 കൊത്തു കൊത്തും. ദഖറത്തുൽ ഖുറാബ്, കാക്ക കൊത്തും പോലെ 2 കൊത്തു കൊത്തും. ധാന്യം കൊത്ത് എത്ര സ്പീഡിലാ കൊത്ത്. എന്താണ് ആ ഉപമയുടെ ഏറ്റവും നല്ലൊരു ചൊറുക്കുള്ള ഉദാഹരണമല്ലേ? എത്ര പെട്ടെന്നായിരിക്കും. അമ്മാതിരി അവന്റെ നിസ്കാരം പെട്ടെന്ന് ആർക്കോ വേണ്ടി എന്തോ തിരക്കുള്ളത് പോലെയാണ്. നിസ്കാരത്തിന്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് പറയാനും കൂടി ഒന്നും നേരമല്ല. എന്നിട്ടോ പുറത്ത് പോയിട്ട് വായും പൊളിച്ച് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ശൈത്താന് സന്തോഷമായി. പള്ളിയിൽ നിന്ന് വേഗം നീറ്റ് ഓടണുണ്ടാവും വിചാരിക്കുമ്പോൾ എന്തോ ഭയങ്കര തിരക്കായിട്ട് പോകണം. ശൈത്താൻ പറഞ്ഞയക്കാണ് എന്തോ തിരക്കുണ്ട്. ഒരു തിരക്കുമില്ല. പുറത്തു പോയാൽ പിന്നെ ഒപ്പുള്ള ചങ്ങായിനോട് വർത്താനം പറഞ്ഞിട്ട് മണിക്കൂറുകളോളം നിൽക്കും. ഇതൊന്ന് ഒഴിവായാലോ? ശൈത്താൻ എന്തേ വേണ്ടു? നിങ്ങൾ പള്ളിയിൽ വരാതാക്കാൻ നോക്കി. അപ്പൊ നിങ്ങൾ വന്നാ ഇപ്പൊ വിടാൻ പറ്റുമോ? വന്നാൽ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ബിസി നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് ദിക്റൊന്നും ശരിക്കും ഒഴിയാനും പറയാനും നിസ്കാരം അതിന്റെ യഥാർത്ഥമായ ആദാബുകൾ പാലിച്ചുകൊണ്ട് അടക്കത്തോടെ ഒതുക്കത്തോടെ നിർവഹിക്കാനും ഒന്നും നിങ്ങളുടെ മനസ്സ് പര്യാപ്തമാവാത്ത വിധത്തിൽ നിങ്ങളുടെ മനസ്സിൽ തിരക്ക് തോന്നിപ്പിക്കാം. ബിസി അങ്ങനെയല്ലേ നമ്മൾ എല്ലാം നഷ്ടപ്പെടുത്തുന്നത്.